Hi all. So last video നമ്മൾ പഠിച്ച എന്തായിരുന്നു സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്താന്ന് നോക്കിയായിരുന്നു. സിമ്പിൾ ഹാർമോണിക് മോഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇക്വേഷൻസ് പഠിച്ചായിരുന്നു. അപ്പോൾ ടൈം മെഷർ ചെയ്യുന്നത് എക്സ്ട്രീം പൊസിഷനിലാണ് ആ ടൈമിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ വി ഹാവ് എക്സ് ഇസ് ഈക്വൽ ടു ആർ കോസ് ഒമേഗ ടി ആൻഡ് മീൻ പൊസിഷനാണ് ഈ ടൈം മെഷർ ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്തിട്ട് ഉണ്ടെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു ആർ സൈൻ ഒമേഗ ടി ആണ്. പിന്നെ വെലോസിറ്റി മീൻ പൊസിഷനിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് മാറിയിട്ടുള്ള ഒരു പോയിന്റിലെ velocity കണ്ടുപിടിക്കാൻ വേണ്ടി we have this equation, that is v is equal to omega root r square minus x square. So ഇതിനകത്ത് r എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് ആണ്, ഒമേഗ ആംഗുലർ വെലോസിറ്റി ആണ്. ഫൈൻ. എക്സ് കണ്ടുപിടിക്കാനായിട്ടാണ് രണ്ട് കണ്ടീഷൻസ് ഞാൻ പറഞ്ഞത്. എക്സ്ട്രീം പൊസിഷൻസ് നോർമലി നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ടൈം മെഷർ ചെയ്തേക്കുന്ന എക്സ്ട്രീം പൊസിഷനാണ് അല്ലെങ്കിൽ മീൻ പൊസിഷനാണ് ടൈം സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് പ്രത്യേകം പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളെപ്പോഴും എക്സ് ഇസ് ഈക്വൽ ടു ആർ കോസ് ഒമേഗ ടി ആണ് യൂസ് ചെയ്യാറുള്ളത്. ആ കാര്യം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ ഉള്ളത് അതിൻ്റെ ആക്സലറേഷൻ ആണ്. സോ ഒരു മീൻ പൊസിഷൻ എക്സ് ഡിസ്റ്റൻസ് മാറിയിട്ടുള്ള ഒരു പോയിന്റിൽ ആക്സലറേഷൻ്റെ ഇക്വേഷൻ മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് എന്നാണ് ഇക്വേഷൻ. സോ ഒരു മാക്സിമം ആക്സലറേഷൻ ഒമേഗ സ്ക്വയർ ആർ ആണ്, ആംപ്ലിറ്റ്യൂഡ് ആണ് എക്സിൻ്റെ മാക്സിമം വാല്യൂ. സോ അത് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാം. മാക്സിമം വെലോസിറ്റിയുടെ ഇക്വേഷൻ എക്സ് സീറോ ആകുമ്പോഴാണല്ലോ മാക്സിമം വെലോസിറ്റി ആവുന്നത്. സോ ഡബ്ല്യു ഒമേഗ റൂട്ട് ആർ സ്ക്വയർ എന്ന് വരും, ദാറ്റ് ഇസ് ആർ ഒമേഗ. റൂട്ട് ആർ സ്ക്വയർ ആർ അല്ലേ, സോ ആർ ഒമേഗയാണ് ഇക്വേഷൻ. Then we have this question. A body moving with simple harmonic motion has an amplitude of 1 meter and time and period of oscillation is 2 seconds. So find the velocity and acceleration of the body at t is equal to 0.4 second when time is measured. When time is measured from the mean position and second part the extreme position. So നിങ്ങൾ ഇതിൻ്റെ ക്വസ്റ്റൻസ് നോക്കുമ്പോൾ അത് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെന്ന് ആദ്യമേ അങ്ങനെ ചെക്ക് ചെയ്യുക. ഓക്കെ, ആ ബോഡിയുടെ കേസിൽ എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്. സോ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ലെറ്റർ ആർ ആണ്. സോ സ്മോൾ ലെറ്റർ ആർ ഇസ് ഈക്വൽ ടു 1. ദെൻ പീരീഡ് ഓഫ് ഓസിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി പി ആണ്, ടൈം പീരീഡ് ടി പി, അത് 2 seconds ആണ്. ടൈം പീരീഡ് ഇസ് ഈക്വൽ ടു 2 seconds. ഫൈൻഡ് ദ വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ ഓഫ് ദ ബോഡി ടി ഇസ് ഈക്വൽ ടു 0.4. ഈ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓർക്കുന്നില്ല, എക്സ് ഇസ് ഈക്വൽ ടു ആർ കോസ് ഒമേഗ ടി എന്ന് പറഞ്ഞില്ലേ, അങ്ങനത്തെ ടി ആണ് ഈ ടി വരുന്നത് കേട്ടോ, തിരിഞ്ഞു വരുന്നത്. സോ ആ ടി ഇസ് ഈക്വൽ ടു 0.4 സെക്കൻഡിലുള്ള വെലോസിറ്റി ആക്സലറേഷൻ കണ്ടുപിടിക്കണം. സോ ഇതിനകത്ത് ആർ നമുക്കറിയാം, ടൈം പീരീഡ് നമുക്കറിയാം. ടൈം പീരീഡ് കിട്ടിക്കഴിഞ്ഞാൽ എന്താ നമുക്ക് ഒമേഗ കണ്ടുപിടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ഒമേഗ അറിയാം, ആർ അറിയാം. സോ വെലോസിറ്റിയുടെ ആക്സലറേഷൻ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. രണ്ടിടത്തിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് ആലോചിച്ച് നോക്കാം. ഇക്വേഷൻ എന്തായിരുന്നു? വി ഇസ് ഈക്വൽ ടു ഒമേഗ റൂട്ട് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നാണ് ഇക്വേഷൻ. അതിനകത്ത് ഒമേഗ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്, ആർ ക്വസ്റ്റ്യനിലുണ്ട്, എക്സ് നമുക്കറിയില്ല. സോ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം മെഷേർഡ് ഫ്രം ഫസ്റ്റ് മീൻ പൊസിഷൻ അല്ലേ. സോ മീൻ പൊസിഷൻ ആകുമ്പോൾ ഈ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ സൈൻ ഒമേഗ ടി ആണ് യൂസ് ചെയ്യേണ്ടത്. എക്സ് ഇസ് ഈക്വൽ ടു ആർ സൈൻ ഒമേഗ ടി ആണ് ടൈം മെഷർ ചെയ്ത്, ടൈം ആട്ടോ, ഡിസ്റ്റൻസ് അല്ല, ടൈം മെയിൻ പൊസിഷനിൽ നിന്ന് ആണ് ആ മെഷർ ചെയ്തേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു ആർ സൈൻ ഒമേഗ ടി എന്ന ഇക്വേഷൻ. എക്സ്ട്രീം പൊസിഷൻ എന്ന് പറയുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്, ആർ കോസ് ഒമേഗ ടി എന്നാണ്. സോ സാധാരണ പോലെ എല്ലാം ലിസ്റ്റ് ചെയ്തു. ആദ്യമേ തന്നെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുക, ഒമേഗ കാൽക്കുലേറ്റ് ചെയ്യുക. ടൈം പീരീഡ് തന്നിട്ടുണ്ടെങ്കിൽ ഈ റിലേഷൻ യൂസ് ചെയ്ത് ഒമേഗ കാൽക്കുലേറ്റ് ചെയ്യുക. ബിക്കോസ് ടൈം പീരീഡ് ഇസ് ഈക്വൽ ടു 2π ഒമേഗ എന്ന ഇക്വേഷൻ. സോ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒമേഗ എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഒമേഗ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഒമേഗ ടി, ദാറ്റ് ഇസ് തീറ്റ എന്താണെന്ന് കണ്ടുപിടിക്കണം. ഈ സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി എന്ന് പറഞ്ഞാൽ ഒമേഗ ടി അതിൻ്റെ തീറ്റ ഡിഗ്രിയാണ്, ദിസ് രണ്ട് ആംഗിൾ ആണ്. സോ നമ്മൾ ആദ്യമേ തന്നെ ഒമേഗ ടി എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഒമേഗ പൈ ആണ്, ടി എന്ന് പറഞ്ഞാൽ 0.4 ആണ് അല്ലേ. ഇപ്പം കിട്ടിയേക്കുന്ന ഈ തീറ്റയുടെ വാല്യൂ റേഡിയൻസിലാണ്. ഒമേഗ ടി എന്ന് പറഞ്ഞാൽ തീറ്റയാണ്, കിട്ടിയേക്കുന്ന റേഡിയൻസിലാണ്. സോ റേഡിയനിലുള്ള ഒരു ആംഗിളിനെ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം, ഇൻറ്റു 180/π ചെയ്യണം. ഓക്കെ, സോ 0.4π ഇൻറ്റു 180/π ചെയ്ത് നോക്കണം. സോ പൈയും പൈയൊക്കെ ക്യാൻസൽ ചെയ്ത് നമുക്ക് ഈ തീറ്റയുടെ വാല്യൂ അല്ലെങ്കിൽ ഒമേഗ ടിയുടെ വാല്യൂ 72 എന്ന് കിട്ടും. ദെൻ നമ്മൾ ഫസ്റ്റ് പാർട്ട് എടുത്തേക്കുന്ന ടൈം മെഷേർഡ് ഫ്രം ദ മീൻ പൊസിഷൻ അല്ലേ. സോ എക്സ് ഇസ് ഈക്വൽ ടു ആർ സൈൻ ഒമേഗ ടി യൂസ് ചെയ്യുക. ഇതിനകത്ത് ഒമേഗ ടിയുടെ പ്ലേസിൽ 72 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആറിൻ്റെ പ്ലേസിൽ 1 ആണ്, ക്വസ്റ്റ്യനിലുണ്ടല്ലോ. സോ ആദ്യം തന്നെ എക്സ് കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ബി ആൻഡ് എ. ഇക്വേഷൻ അറിയാലോ, ജസ്റ്റ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ടേ ഉള്ളൂ.
അപ്പോൾ അങ്ങനെ നമ്മൾ ഈ രണ്ട് വാല്യൂസും കാൽക്കുലേറ്റ് ചെയ്യുക. ദ സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ഇസ് മെഷർഡ് ഫ്രം ദ എക്സ്ട്രീം പൊസിഷനാണ്. സോ എക്സ്ട്രീം പൊസിഷനിൽ നിന്നാണ് ഈ ടൈം മെഷർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ എക്സ് ഇസ് ഈക്വൽ ടു ആർ സൈൻ ഒമേഗ ടി അല്ല, എക്സ് ഇസ് ഈക്വൽ ടു ആർ കോസ് ഒമേഗ ടി ആണ്. അതിനകത്ത് ആറിന് പ്ലേസിൽ 1 കൊടുത്തു. ഒമേഗ ടീന് പ്രത്യേകിച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകാത്ത 72 തന്നെയാണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ മാത്രമേ മാറിയിട്ടുള്ളൂ. ഇക്വേഷൻസ് എല്ലാം സെയിം ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് എക്സിൻ്റെ വാല്യൂ മാത്രം മാറും. അതിൻ്റെ ആൻസേഴ്സ് ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോബ്ലംസ് അവർ ചോദിക്കാറുള്ളതാണ്, നോട്ട് ചെയ്ത് പഠിക്കാം. ദ നെക്സ്റ്റ് പ്രോബ്ലം, ദ ബോഡി ഈസ് മൂവിങ് വിത്ത് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഒന്നെങ്കിൽ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയും, അല്ലെങ്കിൽ SHM എന്നായിരിക്കും പറയുന്നത്. മൂവിങ് വിത്ത് SHM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്നാണ്. ഹാസ് വെലോസിറ്റീസ് 10 meter per second and 4 meter per second at 2 and 4 meter distance from the mean position. So ഈ mean പൊസിഷനിൽ നിന്ന് 2 meter മാറിയിട്ടുള്ള ആ ഒരു പോയിന്റിൽ വെലോസിറ്റി അറിയാം. മെയിൻ പൊസിഷനിൽ നിന്ന് 4 meter മാറിയിട്ടുള്ള പോയിന്റിൽ വെലോസിറ്റി നമുക്കറിയാം. അപ്പോൾ എക്സ് മീൻ പൊസിഷണൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അത് എക്സ് ആണ് അല്ലേ. സോ രണ്ട് എക്സ് വാല്യൂസ് അറിയാം, കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റീസ് നമുക്കറിയാം. സോ വെൻ എക്സ് ഇസ് ഈക്വൽ ടു 2, വി ഇസ് ഈക്വൽ ടു എന്താ 10 ആണ്. then x is equal to 4, v is equal to എന്താണ് 4 ആണ്. സോ ആദ്യം ഇത് രണ്ട് ലിസ്റ്റ് ചെയ്യുക. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമുക്കിത് വിയും എക്സും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഏതാണ്? നമുക്ക് വെലോസിറ്റിയുടെ ആകെ ഇക്വേഷൻ അല്ലേ അറിയുള്ളൂ. ആദ്യം ആ ഇക്വേഷൻ അങ്ങ് എഴുതി നോക്കുക. എഴുതി നോക്കിക്കഴിഞ്ഞിട്ട് ആദ്യത്തെ എക്സ് ഇസ് ഈക്വൽ ടു 2ഉം വി ഇസ് ഈക്വൽ ടു 10 ആ രണ്ട് വാല്യൂസും ആദ്യമേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒരു ഇക്വേഷൻ, ആദ്യത്തെ ഇക്വേഷൻ സെറ്റ് ചെയ്യാം ഈ ഡാറ്റ യൂസ് ചെയ്ത്. പിന്നെ അടുത്തത് ഈ സെറ്റ് ഡാറ്റ യൂസ് ചെയ്ത് സിമിലർലി വേറൊരു ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് നോക്കും പറയാം, ഈ രണ്ട് ഇക്വേഷന് കോമൺ ആയിട്ടൊരു ഒമേഗ ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ അങ്ങ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് ഒമേഗ ക്യാൻസൽ ചെയ്ത് പൊക്കോളും. നമ്മൾ ചെയ്യുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഇക്വേഷൻ 1, ഇത് ഇക്വേഷൻ 1 ആണെങ്കിൽ ഇക്വേഷൻ 1 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 2 ചെയ്യാം. സോ 10/4 ഇസ് ഈക്വൽ ടു റൂട്ട് ആർ സ്ക്വയർ മൈനസ് 2 സ്ക്വയർ ഡിവൈഡ് ബൈ റൂട്ട് ആർ സ്ക്വയർ മൈനസ് 4 സ്ക്വയർ എന്നാണ്. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക, 10/4 എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, 10/4 എത്ര നോട്ട് ചെയ്ത് വയ്ക്കാം. പിന്നെ നോക്കാൻ നേരത്ത് ഈ ഒരു സൈഡിൽ കണ്ടോ റൂട്ടാണ് കിടക്കുന്ന. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, രണ്ട് സൈഡും സ്ക്വയർ എടുക്കുക. ഒരു സൈഡ് മാത്രം സ്ക്വയർ എടുക്കരുത് കേട്ടോ, തെറ്റിപ്പോവും. രണ്ട് സൈഡിൽ കിട്ടുന്ന വാല്യൂ എന്താണോ അത് സ്ക്വയർ ചെയ്യുക, അതിവിടെ എഴുതാം. ഈ രണ്ട് പോർഷൻസ് നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് വരും, സ്ക്വയർ റൂട്ട് പൊക്കോളും. ആർ സ്ക്വയർ മൈനസ് 4 ഡിവൈഡ് ബൈ ആർ സ്ക്വയർ മൈനസ് 16 വരും. ജസ്റ്റ് ഒന്ന് ഇക്വേഷനൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് എഴുതുക. ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്തെടുക്കുക. ആർ സ്ക്വയർ കണ്ടോ, ആർ സ്ക്വയറിനെ സോൾവ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ആർ സ്ക്വയർ എന്താണെന്ന് കിട്ടും. ആർ സ്ക്വയർ കിട്ടിക്കഴിഞ്ഞാൽ അത് ആർ എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യും. കുറേ ആൾക്കാർ ആർ സ്ക്വയർ വരെ കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ, ആർ കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യം ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ്, നമുക്ക് വേണ്ടത് എന്തായിരുന്നു, ആംപ്ലിറ്റ്യൂഡും ടൈം പീരീഡ് ആണ് വേണ്ടത്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ ആർ ആണ്. സോ നമുക്ക് ഈ കേസിൽ ആറിൻ്റെ വാല്യൂ ആംപ്ലിറ്റ്യൂഡ് കിട്ടി. ഇനി അടുത്ത നമുക്ക് കണ്ടുപിടിക്കേണ്ട ടൈം പീരീഡ് ആണ്. നമുക്കറിയാം ടൈം പീരീഡ് കിട്ടണമെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും ഒമേഗ എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ. സോ ഒമേഗ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്തു, വി ഹാവ് ദീസ് 2 ഇക്വേഷൻസ് റൈറ്റ്. സോ ഈ രണ്ട് ഇക്വേഷൻസിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യാം. ആദ്യത്തെ ഇക്വേഷൻ സെലക്ട് ചെയ്തു. ഈ ഇക്വേഷൻ്റെ ഉള്ളിൽ ആറിൻ്റെ പ്ലേസിൽ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകണം, അതായത് ഈ ഇക്വേഷൻ്റെ ഉള്ളിൽ ആറിൻ്റെ പ്ലേസിൽ 4.28 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഒമേഗയുടെ വാല്യൂ കിട്ടും. ഒമേഗയുടെ വാല്യൂ കിട്ടിയാൽ മാത്രമാണ് നമുക്ക് ടൈം പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉള്ളൂ. സോ അത് ടൈം പീരീഡ് ഇക്വേഷൻ എന്താണെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒമേഗയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ടൈം പീരീഡ് കിട്ടും. The next, the piston of an IC engine moves with simple harmonic motion. സോ ഈ പിസ്റ്റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രാങ്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന അനുസരിച്ച് എന്ത് പറ്റും, ഈ പിസ്റ്റൺ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഈ പിസ്റ്റണിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ തന്നേക്കുന്ന ഈ ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുന്ന RPM ആയിരിക്കും തന്നിട്ടുണ്ടാവുന്നത്. ഡയറക്റ്റ് റേഡിയൻ പെർ സെക്കൻഡ് ഈ ആംഗുലർ വെലോസിറ്റി തന്നിട്ടുണ്ടാവില്ല. അതിന് പകരം അതിൻ്റെ ആ ഒരു ക്രാങ്കിൻ്റെ RPM ആയിരിക്കും തന്നിട്ടുണ്ടാവുന്നത്. ക്യാപിറ്റൽ N ആയിരിക്കും തന്നിട്ടുണ്ടാവുള്ളൂ. സോ ക്യാപിറ്റൽ N അറിയാമെങ്കിൽ ഒമേഗ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് ഒമേഗ ഇസ് ഈക്വൽ ടു എന്താണ് 2πN/60. എന്നിൻ്റെ വാല്യൂ തന്നിട്ടുള്ളതാണ് RPMൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ സ്ട്രോക്ക് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിസ്റ്റൺ കണ്ട് ഇങ്ങോട്ടേക്കെല്ലാം മൂവ് ചെയ്യുന്ന ഈ രണ്ട് എക്സ്ട്രീം പൊസിഷൻ്റെ ഇടയ്ക്കുള്ള ഈ ഡിസ്റ്റൻസിന് പറയുന്നതാണ് വൺ സ്ട്രോക്ക് എന്ന് പറയും, സ്ട്രോക്ക് ലെങ്ത് എന്ന് പറയുന്നത്. സോ മെയിൻ പൊസിഷൻ തൊട്ട് എക്സ്ട്രീം പൊസിഷൻ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ആക്ച്വലി ആംപ്ലിറ്റ്യൂഡ് അല്ലേ. ഇത് ടോട്ടൽ കംപ്ലീറ്റ് എല്ലാണ്. സോ അതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ആംപ്ലിറ്റ്യൂഡാണ്. അപ്പോൾ ഇപ്പോൾ ഓർത്തിരിക്കുക, ക്രാങ്കിൻ്റെ പ്രോബ്ലം വരുമ്പോൾ സ്ട്രോക്ക് ലെങ്ത്തിൻ്റെ ഹാഫ് എന്താണോ അതാണ് എൻ്റെ ആംപ്ലിറ്റ്യൂഡ്. സോ ഈ കേസിൽ എന്ത് വരും, സ്ട്രോക്ക് ലെങ്ത് 40 ആണ്. 40/2.
ദാറ്റ് ഇസ് 20 സെൻറ്റിമീറ്റേഴ്സ് ആണ് ഈ കേസിൽ ആംപ്ലിറ്റ്യൂഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ, സെൻറ്റിമീറ്റേഴ്സിലാണ്, അതിന് ആദ്യമേ തന്നെ മീറ്റേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഫൈൻഡ് ദ വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ഓഫ് ദ പിസ്റ്റൺ when it is at a distance of 10 centimeter from the mean position. So ഈ mean പൊസിഷനിൽ നിന്ന് 10 സെൻറ്റിമീറ്റർ മാറി, ദാറ്റ് ഇസ് എക്സിൻ്റെ വാല്യൂ 10 സെൻറ്റിമീറ്റർ ആവുന്ന ടൈമിൽ വെലോസിറ്റിയും ആക്സിലറേഷനാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എക്സ് എന്ന് പറഞ്ഞാൽ സെൻറ്റിമീറ്റേഴ്സ് ആണ്, അതിന് മീറ്റേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, സോ ആദ്യം ഒമേഗ കാൽക്കുലേറ്റ് ചെയ്തു, ദെൻ എൽ ഇസ് ഈക്വൽ ടു സ്ട്രോക്ക് ലെങ്ത്തിൻ്റെ ഹാഫ് ആണ് മീറ്റേഴ്സിൽ എഴുതി, എക്സിൻ്റെ വാല്യൂ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, വെലോസിറ്റി കണ്ടുപിടിക്കണം, ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിനകത്ത് ഇക്വേഷൻ ഒമേഗ സ്ക്വയർ എക്സ് എന്നാട്ടോ, അറിയാതെ ആർന്നായി പോയതാണ്. മാക്സിമം വെലോസിറ്റി ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ പറയുന്ന നേരത്ത് ഒമേഗ സ്ക്വയർ ആർ യൂസ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ദ ഇക്വേഷൻ ഇസ് ഒമേഗ സ്ക്വയർ സ്മോൾ ലെറ്റർ എക്സ്. സോ ഈ രണ്ട് വാല്യൂസും ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാം. The next problem, a particle moving with simple harmonic motion has an amplitude of 4.5 meters. Okay, amplitude. Period of oscillation is 3.5 സെക്കൻഡ് ആണ്. സോ ടൈം പീരീഡ് ആണല്ലോ, ടി പി എന്താണെന്ന് എഴുതി. സോ ടി പി കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾ ഓർത്തോണം, ഒമേഗ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ക്ലൂ ആണ് ഈ ടൈം പീരീഡ്. അപ്പോൾ അപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ ഒമേഗ കാൽക്കുലേറ്റ് ചെയ്യാം. ഫൈൻഡ് ദ ടൈം റിക്വയർഡ് ബൈ ദ പാർട്ടിക്കിൾ ടു പാസ് 2 points which are at a distance 3.5 and 2.5 from the center and on the same side of mean position. So ഇത് മെയിൻ പൊസിഷൻ ആണ്. ഈ മെയിൻ പൊസിഷൻ്റെ സെയിം സൈഡിൽ വരുന്ന രണ്ട് പോയിന്റ്സ് വന്നേക്കോട്ടോ പാർട്ടിക്കിൾസിൻ്റെ. ഇത് 1.5 ആണ്, ഇവിടെ തൊട്ട് ഇവിടം വരെ എത്രയാണ്, 3.5 ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ ഒരു കേസിൽ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്, എക്സ്ട്രീമിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്ന അസ്യൂം ചെയ്യുക. ഈ പോയിന്റും പോയിന്റ് മാർക്ക് ചെയ്യാം. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ പാർട്ടിക്കിൾ ഈ ഒരു പൊസിഷനിൽ നിന്ന് ഈ പൊസിഷൻ വരെ മൂവ് ചെയ്തപ്പോൾ എടുത്ത ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യം, ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ടൈമും കണ്ടുപിടിക്കുക, ഇവിടെ തൊട്ട് പാർട്ടിക്കിൾ ഇവിടെ തൊട്ട് ഇവിടം വരെ മൂവ് ചെയ്തെത്തിയ ടൈമും സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. ദാറ്റ് ഇസ് ഈ കേസിൽ വരുമ്പോൾ ഇത് T2, ഇത് T1. സോ രണ്ട് എക്സ് വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈം കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മുടെ ഈ ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള എടുത്ത ടൈം എങ്ങനെ കണ്ടുപിടിക്കാം, T2 മൈനസ് T1 ആണ്. ഓക്കെ, അപ്പോൾ ഇത് 1.5 കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ് ആണ്, ഇത് 3.5 കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ് ആണ്. സോ ഈ പാർട്ടിക്കിൾ ഇവിടെ തൊട്ട് ഇവിടെ വരെ എടുക്കാനുള്ള ടൈമാണ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഇവിടെ വരെയുള്ള ടൈം കണ്ടുപിടിക്കാം, സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഈ ഒരു പൊസിഷൻ വരെയുള്ള ടൈം കണ്ടുപിടിക്കാം, T1 T2 കണ്ടുപിടിക്കാം. സോ അതിന് വേണ്ടി യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ എക്സിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്യാം. നമുക്ക് എക്സിൻ്റെ വാല്യൂ 3.5 തന്നിട്ടുണ്ടല്ലേ, സോ 3.5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആറിൻ്റെ വാല്യൂ അറിയാം. ഇനി ഇവിടെ കൊണ്ടുപോയി നിങ്ങൾ ഒമേഗ T1 ജസ്റ്റ് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചാൽ മതി. നമ്മൾ ആദ്യമേ തന്നെ ഒമേഗ T1 എന്താണെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഒമേഗ T1 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്ത് വരും, ഒമേഗ T1 ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് x1 ബൈ കോസ് ഇൻവേഴ്സ് x1 ബൈ ആർ എന്ന് വരും, x1 ബൈ ആർ. അപ്പോൾ ആദ്യമേ തന്നെ ഒമേഗ ടി എന്താണെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ കോസ് ഇൻവേഴ്സ് x1 ബൈ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നമുക്ക് ഡിഗ്രിയിലാണ് കിട്ടുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 72 എന്തെങ്കിലും ഒരു ആൻസേഴ്സ് കിട്ടുമെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് ഈ കിട്ടിയേക്കുന്ന വാല്യൂ ഒരു ഡിഗ്രിയിലാണ് കിട്ടിയേക്കുന്നത്. പക്ഷേ ഈ ഒമേഗ ടി എന്ന് പറഞ്ഞാൽ എന്താ, റേഡിയനിലാണ്. അപ്പോൾ അതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യാം, ഒമേഗ ടി ദാറ്റ് ഇസ് 1.8 ഇൻറ്റു ടി ഇൻറ്റു ആ റേഡിയനെ ഡിഗ്രിയിലേക്ക് ആക്കാൻ വേണ്ടി ഇൻറ്റു 180/π ചെയ്തുകൊണ്ട്. ഓക്കെ, ഒമേഗ ടീനെ ഇവിടെ തന്നെ ഞാൻ ഡിഗ്രിയിലേക്ക് ആക്കി എടുത്തു. പ്രോപ്പറായിട്ട് കോസ് ദിസ് ഒമേഗ ടി ഡിഗ്രിയിലുള്ള എന്താണെന്ന് കണ്ടുപിടിച്ചു, ടി എന്താണ് പ്രോപ്പറായിട്ട് കണ്ടുപിടിക്കാം. സിമിലർലി x2ൻ്റെ ഇക്വേഷൻ എഴുതാം. എന്ത് ചെയ്യുക, x2യുടെ വാല്യൂ മാത്രമല്ലേ മാറുന്നുള്ളൂ, ബാക്കി ഈ റിലേഷൻ യൂസ് ചെയ്ത് T2 എന്താണെന്ന് കണ്ടുപിടിക്കാം. T1 മൈനസ് T2 ആയിരിക്കും ടൈം റിക്വയർഡ് ടു പാസ് ദ 2 points.